നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM-ന്റെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലത്ത് EMS AKG അനുസ്മരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെന്ത്രാപ്പിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. പാലപ്പെട്ടി ബീച്ചിൽ നാട്ടുകാരുടെ സംരക്ഷണത്താൽ വിരിഞ്ഞത് 54 കടലാമ കുഞ്ഞുങ്ങൾ. വാർത്തകൾ വിശദമായി. CPM-ന്റെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലത്ത് EMS AKG അനുസ്മരണം നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അക്ഷരം പാവപ്പെട്ട ആളുകൾ പഠിക്കാൻ പാടില്ല. അക്ഷരം പഠിച്ചാൽ അവർ അറിവ് നേടും. അറിവ് നേടിയാൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ എന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാമൂഹ്യ വ്യവസ്ഥക്കെതിരായിക്കൊണ്ട് പോരാടുന്നവർ. അതുകൊണ്ട് തന്നെ അവർ അക്ഷരം നിഷേധിക്കണം, അറിവ് നിഷേധിക്കണം, അധികാരം നിഷേധിക്കണം, സമ്പത്ത് നിഷേധിക്കണം. അങ്ങനെ അറിവും അക്ഷരവും അധികാരവും സമ്പത്തുമെല്ലാം നിഷേധിച്ച മഹാഭൂരിപക്ഷമായിരുന്നു നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യയിൽ. അങ്ങനെ അറിവും അക്ഷരവും എല്ലാം നിഷേധിച്ച ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി. അവനാണ് വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം കൊണ്ടുവന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയാണ്. കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെയാണോ അധികാരത്തിൽ വന്നത്, ആ അധികാരത്തിൽ വന്ന സ്ഥലങ്ങളെല്ലാം പ്രാഥമികമായി ചെയ്യുന്നത് അവിടുത്തെ മനുഷ്യർക്ക് അക്ഷരവും അറിവും പകർന്നു കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അതാണ് 1917 ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയും വിപ്ലവം നടത്തുകയും അധികാരത്തിൽ വരികയും ചെയ്ത നാടാണ് സോവിയറ്റ് യൂണിയൻ. ആ സോവിയറ്റ് യൂണിയൻ അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ മഹാഭൂരിപക്ഷം നിരക്ഷരായിരുന്നു. മഹാഭൂരിപക്ഷം സ്വന്തം പേരെഴുതാൻ അറിയാത്തവരായിരുന്നു എന്നാണ് പറയുന്നത്. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PK ഡേവിസ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPIM ഏരിയ സെക്രട്ടറി PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. VK ജ്യോതി പ്രകാശ് സ്വാഗതവും ലോക്കൽ സെക്രട്ടറി MC ശശിധരൻ നന്ദിയും പറഞ്ഞു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെന്ത്രാപ്പിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PM നസീർ അധ്യക്ഷനായി. CC ബാബുരാജ്, പ്രകാശൻ മാസ്റ്റർ, സജയ് വയനപ്പള്ളി, PD സജീവ്, VA ആഷിഫ്, ഉമറുൽ ഫാറൂഖ്, AK ജമാൽ, KK രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമസ്ത മേഖലകളിലും വികസനത്തിന്റെ മുരടിപ്പുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഉപ്പുതുരുത്തിയിലെ കടവിൻ്റെ കാര്യം പറഞ്ഞാലും ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട റോഡുകളുടെ കാര്യമെടുത്താലും ഏത് മേഖലയിൽ നോക്കിയാലും യാതൊരു വികസനം എന്ന് പറയുന്നത് ഈ പ്രദേശത്തു കൂടെ കടന്നു പോകാത്ത രീതിയിലുള്ള സമീപനവുമായി കഴിഞ്ഞ 9 വർഷക്കാലമായി മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായുള്ള ശക്തിയായ സമരത്തിൻ്റെ ആരംഭമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് സൈക്കിൾ വിതരണം കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ കൊടുത്തത്. ഇന്ന് ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്ത 56 കുട്ടികൾക്കാണ് പഠനോപകരണം എന്നുള്ള രീതിയിൽ മേശയും കസേരയും നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ കൊച്ചുമക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ പഠനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ നിർദ്ദേശങ്ങൾ വന്നത് നിങ്ങളുടെ വാർഡിൽ നടക്കുന്ന അയൽക്കൂട്ടങ്ങളിലൂടെ ഗ്രാമസഭയിലൂടെയാണ്. അപ്പം നിങ്ങളുടെ പഠനകാര്യം നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി എൻ്റെ മക്കൾ പഠനത്തിൽ ഏറ്റവും മികവ് പുലർത്തണമെന്നാണ് എനിക്കൊരു അഭ്യർത്ഥനയായിട്ട് പറയാനുള്ളത്. നിങ്ങളെ സഹായിക്കാനായിട്ട് ഇതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മറ്റു ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് പാസ്സാകുമ്പോൾ നമ്മൾ സൈക്കിൾ വെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സൈക്കിൾ വെച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ പ്രാപ്തരാവണം. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഫർണിച്ചർ കിട്ടി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഉഷ പ്രകാശൻ, വിനീത മോഹൻദാസ്, TP രഘുനാഥ്, പ്രധാനാധ്യാപിക VS ദീപ എന്നിവർ സംസാരിച്ചു. STPI കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുസമ്മേളനം നടത്തി.
SDPI ജില്ലാ വൈസ് പ്രസിഡന്റ് BK ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മനാഫ് ഓടക്കാലി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KH മുഹമ്മദ് റഫീഖ്, കേരള പ്രവാസി ഫോറം ഏരിയ പ്രസിഡന്റ് ജമാലുദ്ദീൻ പുതിയകാവ്, SDTU മേഖലാ പ്രസിഡന്റ് ഹമീദ് എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് തലം മുതൽ ദേശീയ തലം വരെ കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ ഈ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമ്മേളനം പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഇന്ന് പ്രതിനിധി സഭയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ പഞ്ചായത്തിലെ ഭരണസാരഥികളെ ഈ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനിയൊരു ഇടവേള.